അകാലത്തിൽ മരിക്കുന്നത് ശാപമോ? ദൈവത്തെക്കാൾ വലുതായി സാത്താനെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഈ ഇടയായി കൂടിക്കൂടി വരുന്നു. അതിന് പ്രധാന കാരണം ദൈവത്തെ അറിയില്ല, ദൈവവചനത്തെയും അറിയില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, പെട്ടെന്നുള്ള മരണം എന്നിവയൊക്കെ ശാപമാണെന്നും ദൈവിക ന്യായവിധിയാണെന്നും പറഞ്ഞു പരത്തുന്നവർ ദിനംപ്രതി വിശ്വാസഗോളത്തിൽ ഏറി വരുന്നു. എന്നാൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. എത്രയോ ഭക്തന്മാർ കഴിഞ്ഞ തലമുറയിലെങ്കിലും ഇപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിലും സഭാചരിത്രത്തിലും മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ രക്തം, അവരുടെ വിശ്വാസ ജീവിതവുമാണ് സഭയുടെ അടിത്തറ. നിങ്ങൾക്കറിയാമോ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയെ ഈ പാട്ടെഴുതിയ PM കൊച്ചു കുറു വാളകം 45-ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞു. ആശിഷമേരി ഉണ്ടാകും ആനന്ദ വാഗ്ദത്തമേ. ഈ ഗാനരചയിതാവ് PK പോൾ 59-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കാന്ത താമസമെന്തഹോ ഈ പാട്ടെഴുതിയ യുസ്തോസ് ജോസഫ് 52-ാമത്തെ വയസ്സിലും ലോകപ്രശസ്തമായ ഗാനമായ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഈ ഗാനം എഴുതിയ PV തൊമ്മി കുന്നംകുളം തൻ്റെ 38-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഇവയൊക്കെ പിശാച് പോയെന്നാണോ അതോ ശാപവും ദൈവത്തിന്റെ ന്യായവിധിയുമാണോ? നമുക്ക് ആകസ്മികമെന്നാൽ ദൈവത്തിന്റെ മുൻപിൽ ഇതൊന്നും ആകസ്മികമല്ല. ദൈവം മനുഷ്യന് വെച്ചേക്കുന്ന ആയുസ് പൂർത്തിയാകുമ്പോൾ തൻ്റെ സവിധത്തിലേക്ക് തനിക്ക് പ്രിയമുള്ളവരെ വിളിക്കും. അത് ഏത് വാഹനത്തിലാണെന്ന് നാം അറിയുന്നില്ല. അത് രോഗമാകാം, ആക്സിഡന്റുമാകാം. നമ്മുടെ തലയിലെ ഒരു രോമം താഴെ വീഴണമെങ്കിൽ അത് നമ്മുടെ ദൈവം അറിയും. ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തൻ ആഗ്രഹിക്കുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. അത് അത്യുത്തമമല്ലോ. പൗലൂസിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അതിനാൽ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയത്. ദൈവമക്കളെ, അന്ധവിശ്വാസികളാകാതെ വചനം പഠിക്കൂ. എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കാര്യം, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് മരണഭയം മാറി പ്രത്യാശയോടെ എത്രയും വേഗം പ്രിയനോട് വാഴുവാൻ നമുക്ക് ഒരുങ്ങാം.